പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ വേളയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ഒരുപാട് അഭിപ്രായങ്ങളുള്ള നല്ല രീതിയിൽ ചികിത്സ നടക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നുണ്ടാവും നിങ്ങൾ ശ്രീ വൈകുണ്ഠം എന്ന് പറയുന്ന ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ അടുത്ത് നിൽക്കുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എന്താണ് അവരുടെ അസുഖം, എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ നിൽക്കുന്നവരാണ്. ഇതിനകത്തേക്ക് വരുമ്പോൾ ഒരു ആംബിയൻസ് ഉണ്ട്. ഇവിടെ കുറേ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും വൈദ്യർ പറയുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഒന്നും വേണ്ട, ചിലതൊക്കെ വളരെ നിസ്സാരമായിട്ടൊക്കെ മാറി കിട്ടും. അപ്പോൾ നമ്മുടെ ലേഡി സ്റ്റാഫ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റുകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് അത്യന്താപേക്ഷിതമായി വേണം എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ മാത്രമേ അല്ലാതെ ഇപ്പോൾ ഒരു 10,000 പേഷ്യന്റ് ഇവിടെ വന്ന് 10,000 പേരെയും പിടിച്ചു കിടത്ത് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യില്ല. ഈ 10,000 പേരിൽ 1-2 പേർക്ക് ഈ ട്രീറ്റ്മെന്റ് വേണമായിരിക്കും, അവരെ ചെയ്യും. അപ്പൊ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് ശ്രീവൈകുണ്ഠമാണ്. ഇത് നമ്മള് ശ്രീവൈകുണ്ഠം തന്നെയായിട്ട് നമ്മൾ കരുതുന്നത്. നമ്മുടെ നട്ടല് കറക്റ്റ് ചെയ്തു, നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കറക്റ്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന 5 എക്സസൈസും കറക്റ്റിന് വീട്ടിൽ ചെയ്യാൻ 100% നമുക്ക് അസുഖം മാറിയിരിക്കും. ഉറപ്പാ. ചേച്ചി നമ്മുടെ ലേഡി വനിതകളോട്, നമ്മുടെ സ്ത്രീ ജനങ്ങളോടൊന്ന് പറഞ്ഞത്. സ്ത്രീ ജനങ്ങളോടാണ് പറയണത്, ആരും മരുന്ന് കഴിക്കും മരിക്കാതെ എല്ലാവരും നട്ടല് കറക്റ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങളാണ്. ഇവിടെ വന്ന് ചികിത്സ ചെയ്തിട്ട് പോയാൽ അസുഖങ്ങൾ 100% മാറിയിരിക്കും. ചേച്ചി പറഞ്ഞതുപോലെ ഈ സ്ത്രീകള് പലപ്പോഴും മടിക്കുന്നത് അവിടെ പുരുഷന്മാർ മാത്രമേ ട്രീറ്റ്മെന്റ് നടത്തത്തുള്ളൂ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേച്ചിയോടെ കാണിച്ചത്. അപ്പോൾ ഇവിടെ ലേഡീസിനെ പരിചരിക്കാൻ അവിടെ അതുപോലുള്ള ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും 100% ട്രീറ്റ്മെന്റിലൂടെ, ഇവിടുത്തെ ട്രീറ്റ്മെന്റിലൂടെ നടുവേദന ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാത്തിനും ഇവിടെ ചികിത്സയുണ്ട്. പക്ഷെ എക്സസൈസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. എക്സസൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 100% അസുഖം മാറുന്ന ഗ്യാരണ്ടിയാണ് ഇവിടെ. എന്റെ ഈ വീഡിയോയിൽ കാണുന്നത് പോലാണ് ഞാൻ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തത്. യാതൊരു തരത്തിലുള്ള മരുന്നും കഴിക്കണ്ട. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ചെയ്യാൻ നേരത്ത് കുറച്ച് പെയിൻ ഉണ്ട്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഈ വേദന കാരണം എക്സസൈസ് പലപ്പോഴും മുറങ്ങിപ്പോറുണ്ട്, ചെയ്യത്തില്ല വീട്ടില്. ഇപ്പൊ വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് എന്റെ ആ വേദന കംപ്ലീറ്റ് മാറി. കണ്ടോ? അതായത് എനിക്ക് നേരത്തെ ഇങ്ങനെ മുട്ടിങ്ങനെ വളയുമായിരുന്നു, ഒന്ന് താഴണം നോക്കിയതാ. ഇപ്പം ഇത് കണ്ടോ? വളരെ സിമ്പിൾ. ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്, കാരണം ദൈവത്തിനോടും വൈദ്യരോടും. ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ നടുവേദന വെച്ചോണ്ട് ഇങ്ങനെ നടക്കരുത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അധ്വാനിക്കുക. അമ്മ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. ഈ ഡ്രൈവർമാരും അതുപോലെ ഒരുപാട് തൊഴിലാളികൾ നടുവേദനയുടെ കാരണം ഡിസ്ക് ബഡ്ജ് ചെയ്ത് സൈഡിലേക്ക് വരുന്നതാണ്. അത് കറക്റ്റായിട്ട് ഏത് സൈഡിലാണോ വരുന്നത് അതനുസരിച്ച് പിടിച്ച് ഇതുപോലെ ചെയ്ത് പിന്നെ ആ എക്സസൈസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. വൈദ്യുതി പറയുന്നത് യാതൊരു മരുന്നും കഴിക്കേണ്ട എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഉറപ്പ് പറയാം 100%. ഇത് കണ്ടോ? ഉപ്പിട്ട് ബലം പിടിക്കാം. ഫ്രീ ആയിട്ട് ലെവലായി. പറ്റുന്നത് കുറച്ചതും വരാണ് സത്യം. കണ്ടേ, ഞാൻ നേരത്തെ മുട്ട് വളയ്ക്കുമായിരുന്നു. ഇപ്പൊ കേട്ടോ കുറച്ച് സ്ട്രെയിൻ ചെയ്യുന്നേ ഉള്ളൂ. നേരത്തെ എനിക്ക് മുട്ടിങ്ങനെ വളഞ്ഞു പോകും, വേദന താരത്തില്ലായിരുന്നു. ഇപ്പൊ അടുത്തോടെ കഴിയുമ്പോ താനെ പോകുന്ന ഇങ്ങനെ പോകുന്ന. ആളുകളെ എത്തിച്ച് ശ്വാസം വിട്ട് കുഴിഞ്ഞു ഞങ്ങൾ അവിടെ അനുകൂലൊക്കെ ഇടത്തോളൂ. ഉണ്ടോ? വേണ്ടേ 1.5 ഇഞ്ച് 1.5-2 ഇഞ്ചിനടുത്ത് വ്യത്യാസമുണ്ട്. അത്രയും നട്ടല് പിടിച്ചിട്ടുണ്ട്. അതിനൊന്ന് നിവർന്നിരുന്നേ. മാറിയിരിക്കുക.
കഴുത്ത് വേദന കൈവേദന ഉണ്ടോ? ഈ കൈക്ക് ചെറിയ വേദന. ആണ്ടേ മസ്തിഷ്കത്തിന്റെ താങ്ങൽ ഇടത്തോട്ട് മാറി. നിങ്ങൾക്ക് ഈ പറയുമ്പോൾ നിങ്ങൾ ജിമ്മിന് വല്ലതും പോകുമായിരുന്നു? അതെ, എന്തെങ്കിലും വെയിറ്റ് പോകുന്ന പണി ചെയ്യുമായിരുന്നു? അതായത് ഷിംഗിൾസിന്റെ വർക്ക്. ഇതുണ്ട് എന്തതിന്റെ ഒരു ബോക്സ് ഷിംഗിൾസ് ബോക്സിന്റെ വർക്കാ. ഓ അത് ബോക്സ് ഷിംഗിൾസ് 40 ഇവിടെ കൊണ്ട് വലത്തായിരിക്കുന്നത്. ഈ കശേരി 3-4 വലത്താ. നട്ടല് നേരെയല്ലതാ. അത് നിങ്ങൾ ഈ ഇവനെയും പൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. അതാണ്ടെ നട്ടലിരിക്കുന്നുണ്ടോ? അതാണ്ടെ ഇങ്ങനെ ഇരിക്കണ്ട, നേരെ വലത്ത് പോയി. ഈ സാധനമാണ് ഇങ്ങനെ പ്രശ്നക്കാരൻ. ഇത് അയ്യണമെങ്കിൽ ഈ ചികിത്സയിലെല്ലാം ഒന്നും മാറില്ല. ഞാൻ എഴുതി തരാം. ഇത് ചെയ്യാമെങ്കിൽ ഒരു 2-3 പ്രാവശ്യം കൊണ്ട് അവനങ്ങ് ചൊട്ടി പോയിട്ട് ആ നട്ടല് കറക്റ്റ് ആവും. ഇതേ വലത്തോട്ട് തള്ളി വെച്ചിട്ടുണ്ട്. ചൂട് കണ്ടേ? അപ്പോൾ നമ്മുടെ വൈദ്യരുടെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. വൈദ്യരുടെ പേര് വൈദ്യർ തന്നെ പറയണം. എൻ്റെ പേര് ഹരികുമാർ എന്നാണ്. നമ്മുടെ സ്വദേശം, വീട്, സ്ഥലം ശങ്കരമംഗലം തന്നെയാണ്. ഇവിടെ എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ 27-30 വർഷം. 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് രോഗികളെ കണ്ട ആളാണ് അല്ലേ? ഒരുപാട് മാറ്റിക്കൊടുത്ത ആളാണ്. രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ആശുപത്രിക്കാർ തള്ളിയ കേസുകൾ 1% രക്ഷപ്പെടും എന്ന് പറഞ്ഞ കേസ് പോലും തള്ളിയ കേസ് പോലും ഞാനിപ്പോൾ എണീപ്പിച്ച് നടത്തി സ്കൂളിലും ഒക്കെ പോകുന്ന കൊച്ചു ആണ്. 30 ലക്ഷം രൂപ ആശുപത്രിക്കാർ വാങ്ങിച്ചിട്ട് തള്ളിയ കേസാണ്. ഇപ്പൊ അതിനൊക്കെ ഈശ്വരകൃപ ഉണ്ട്. ഞാൻ ആരുമല്ല, ഈശ്വരനാണ് ഉള്ളത്. അതെ, ഈശ്വരകൃപ ഉണ്ട്. ഇത് എന്റെ വകയല്ല, ഭഗവാൻ വൈകുണ്ഠവാസന്റെ വകയാണ്, നാരായണന്റെ വകയാണ്, അനന്തരമൂർത്തിയുടെ വകയാണ്. അദ്ദേഹം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം അദ്ദേഹം തരുന്നുണ്ട്. 100% ഇവിടെ വരുന്ന രോഗികൾ രക്ഷപ്പെടുന്നത്. എന്താണ് നമ്മുടെ ചികിത്സാ രീതി? അത് ആയുർവേദത്തിന് അപ്പുറത്ത് കുറെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഞാൻ നട്ടല് കറക്റ്റ് ചെയ്തുകൊണ്ട് നട്ടല് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ശരീരത്തെ 3 ലക്ഷത്തിലാണ് ഞരമ്പുകൾ, മീറ്റർ ഞരമ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെയും തൈറോയിഡിനെയൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവകങ്ങളൊക്കെ എത്തേണ്ടടുത്ത് എത്തിച്ചിട്ട് എല്ലാ രോഗങ്ങളും മാറ്റും. തൈറോയിഡ് കംപ്ലൈൻറ്റ് മാറ്റുന്നുണ്ട്, നടുവേദന മാറ്റുന്നുണ്ട്, പല്ലുവേദന മാറ്റുന്നുണ്ട്, സ്പോണ്ടിലോസിസ്, ഇങ്ങനെ വേണ്ട ബഡ്ജിങ്, തേയ്മാനം, ഇതെല്ലാം ഒരു മരുന്നും ഇല്ലാതെ തന്നെ മാറും, മാറ്റി കൊടുക്കുന്നു. 100% ഞാൻ പ്രായോഗിക പരിജ്ഞാനത്തോടു കൂടി തന്നെ പറയുകയാണ്. അല്ലാതെ ആരും പറയുന്നതല്ല, ഒരു ബുക്ക് വെച്ചും പറയുകയല്ല, പ്രായോഗിക പരിജ്ഞാനത്തെയാണ് ഞാനിത് പറയുന്നത്. വൈദ്യരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകൾ യാതൊരു തരത്തിലുള്ള കണക്കൂട്ടലുകളും ഇല്ലാതെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തുന്നുണ്ട് ആൾക്കാരെ. അതായത് അവർക്ക് വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളാണ്, കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. വിദ്യാഭ്യാസം വേണ്ട. ഞാൻ അതാണ് ചോദിച്ചു വരുന്നത്, അതിലേക്കാണ് വരുന്നത്. അവർ ചെയ്യുന്ന, എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടുകൂടാണ് പറയുന്നത്, അവരിൽ ചില ആളുകൾ ചെയ്യുന്ന മരുന്നുകൾക്ക് വളരെ കൃത്യതയോടുകൂടി അവർ ചെയ്യുന്നുണ്ട്, അവിടെ മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. അതേ ഒരു രീതി തന്നെ ആണോ ഫോളോ ചെയ്യുന്നത്? അവിടെ മരുന്ന് കൊടുക്കുന്നു, ഞാൻ മരുന്ന് കൊടുക്കുന്നില്ല. ഒരു മരുന്നും ഇല്ലാതെ ഏത് രോഗവും മാറ്റാൻ പറ്റും. പക്ഷേ അതിന് വ്യായാമം ചെയ്യാൻ തയ്യാറായി പേഷ്യന്റ് വരണം. വ്യായാമത്തിലൂടെയാണ് മാറ്റുന്നത്. എനിക്ക് വേണ്ടിയിട്ടുള്ള വ്യായാമം ഞാൻ ചെയ്തേ പറ്റൂ. അതെ, ഒരു രോഗി വന്നാൽ അയാളോട് പറയുമ്പോൾ ആ രോഗി വ്യായാമം ചെയ്യണം. ഇനി മറ്റൊരു കാര്യം, അതിന് അനുയോജ്യമായ ഒരു രോഗം, ഇപ്പം നടുവേദന, അതിന് അനുയോജ്യമായ വ്യായാമമാണ് പറഞ്ഞു കൊടുക്കുന്നത്, അത് ചെയ്യണം. പെടലി വേദന, അതിന് വേണ്ടത് ഇവിടുന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്, ചുമ്മാ പറഞ്ഞു കൊടുക്കുകയല്ല. ഇവിടുന്ന് ഞാൻ കഴുത്തിൻ്റെ മേലുള്ള കശേരികളും അതിന് താഴോട്ടുള്ള കശേരികളും കറക്റ്റ് ചെയ്തിട്ട് എന്നാണ് പറയുന്നത്, 100% രോഗം മാറും. അതുപോലെ തന്നെ വൈദ്യരോട് ചോദിക്കുന്നത്, കുറച്ചധികം ആളുകൾക്ക് ഈ എയർ ബാലൻസ്, വയർ സംബന്ധമായ അസുഖങ്ങൾ, ഇതിനൊക്കെ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരത്തില്ല. ഇതിനൊന്നും ഒരു മരുന്ന് കഴിക്കില്ല. ഡോക്ടർ ഇവിടെ വൈദ്യരിവിടെ ഒരു കാര്യത്തിന് മരുന്ന് കൊടുക്കുന്നില്ല. അതൊക്കെ വിദ്യാബോധങ്ങൾ തന്നെ. മരുന്ന് കഴിച്ചേ മാറൂ എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ അത്യാവശ്യം മരുന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കി ഒരു മരുന്ന് കഴിക്കാതെ രോഗം മാറ്റിയിട്ട് ദേഹത്ത് കിടക്കുന്ന നീര് പോലും ഒരു കടുക് മണി മരുന്നില്ലാതെ മാറ്റിക്കൊണ്ടു വരുന്നുണ്ട്. മാറ്റാൻ പറ്റും. ഇവിടുന്ന് ഞാൻ കറക്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടുവരും. വീട്ടിൽ എക്സർസൈസ് ചെയ്താൽ മാറും. അപ്പൊ ഞാൻ എന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരവായില്ല. നമുക്ക് മരുന്ന് വെച്ചുള്ള, അതായത് ഒരു ചികിത്സയില്ല, മരുന്നിന്റെ ഒരു ആവശ്യവും ഇല്ല, ഉള്ളി കൊടുക്കത്തില്ല, മരുന്നിന്റെ ആവശ്യം ഇല്ല. ഇത്രയും കോൺഫിഡൻസ് ആയിട്ട്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള
ഒരുപാട് രോഗികളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു വൈദ്യർ പറയുമ്പം നിങ്ങളത് മുഖവിലക്കെടുക്കണം. നിങ്ങൾ ആദ്യമേ മരുന്ന് കഴിക്കണ്ടല്ലോ. മരുന്ന് കഴിക്കണ്ട എങ്കിൽ തന്നെ ചികിത്സയുടെ പകുതി ചിലവ് ഒഴിവായി. അവിടാണ് വിജയം. മരുന്ന് കഴിക്കണ്ടെങ്കിൽ തന്നെ പകുതി ചിലവ് ഒഴിവായി എന്ന രീതിയിൽ നിങ്ങൾ വൈദ്യരെ വന്ന് കണ്ട് നിങ്ങളുടെ രോഗത്തെ ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹം പറയും എന്ത് ചെയ്യണമെന്നുള്ളത്. അവിടെയാണ് നമുക്ക് കുറച്ച് ക്ഷമ വേണം, കുറച്ച് വ്യായാമം ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം അല്ലേ? ഇനി ഒരു കാര്യം പറയട്ടെ, തേയ്മാനം എന്ന് പറയേണ്ട ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ആശുപത്രികൾ തോറും ഓപ്പറേഷൻ ചെയ്തേ മാറുമെന്ന് പറയും. ഇതൊന്നും ഒരു ഓപ്പറേഷൻ ഇല്ലാതെ ഏത് തേയ്മാനവും ഓപ്പറേഷൻ ഇല്ലാതെ മാറും. 100% മാറും. പക്ഷെ വ്യായാമം ചെയ്യാൻ പേഷ്യന്റ് തയ്യാറാകണം. ആഹാരത്തിന്റെ കാര്യത്തിലോ? ആഹാരത്തിൽ ഒരു പത്തിയില്ല. ആഹാരം എന്ത് വേണേലും കഴിക്കാം. ഒരു ആനയെ വേണേലും പിടിച്ച് കഴിക്കാം. ഇനി നമ്മൾ ചോദിക്കുന്നത് വൈദ്യരെ കാണാൻ എപ്പോഴാണ് വരേണ്ടത്? എത്ര സമയം വരെ? രാവിലെ 8 തൊട്ട് വൈകിട്ട് 5 വരെ. വൈകിട്ട് 5 മണി വരെ, രാവിലെ 8 തൊട്ട്. നമ്മൾ വരേണ്ട ലൊക്കേഷൻ ഇവിടെ തിരുമ്പും പിടിച്ചിട്ടും എല്ലാം ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് മാത്രം. അല്ലാതെ വരുന്നവരെല്ലാം പിടിച്ച് നിങ്ങൾ തിരുമിയേ പറ്റൂ, ആശുപത്രിക്കാർ പറയുമ്പോൾ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, അത് ചെയ്തേ പറ്റൂ, ഇത് ചെയ്തേ എന്നൊന്നുമില്ല. ഡയാലിസിസ് ചെയ്യാതെ തന്നെ കിഡ്നി കംപ്ലൈന്റ് മാറും. പിന്നെ തിരുമലില്ലാതെ തന്നെ രോഗങ്ങൾ മാറും. എന്നാൽ അത്യാവശ്യമായി തിരുമൽ വേണ്ടുന്നവർക്ക് മാത്രം ചെയ്യും. അത് 1000-ങ്ങളിലോ 10,000-ങ്ങളിലോ 1-2 പേർക്ക് അങ്ങനെ ചെയ്യാറുള്ളൂ. ഇപ്പം ഒരു പേഷ്യന്റ് വന്ന് പറയാം എനിക്ക് തിരുമ വേണം, ചെയ്യും. ഓക്കെ. സുഖചികിത്സ അത് കൊടുക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ ചവറയിൽ കൊറ്റംകുളങ്ങര ജംഗ്ഷനിൽ. പറഞ്ഞു. ഈ സുഖചികിത്സയ്ക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് അനുസരിച്ച് ശരീരം അനങ്ങാതിരിക്കണം, അങ്ങനെ യാതൊരു വിധ പത്യവുമില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിറ്റേന്ന് തൊട്ട് വെട്ടാം, കളയ്ക്കാം, വിറവ് കയറാം, പോച്ചയെത്താം, തൂക്കാം, തുണി നനയ്ക്കാം, അരയ്ക്കാം, ഇങ്ങനെയുള്ള എല്ലാ വർക്കുകളും ചെയ്യാം. വെയിറ്റ് മാത്രം പൊക്കാൻ പാടില്ല. ഓക്കെ. ഇനി അറിയേണ്ടത് നമ്മുടെ ലൊക്കേഷനാണ് അല്ലേ? അപ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ സ്ഥലം എവിടെയാണെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ. നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് തൊട്ടടുത്തായിട്ട് കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിന് തൊട്ട് ഓപ്പോസിറ്റ് റോഡിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. അവിടുന്ന് ഒരു 150 മീറ്റർ മാത്രം ദൂരത്തിലാണുള്ളത്. വീരഭട്ടാരിക ദേവി ലോകം അറിയപ്പെടുന്ന. അതെ, ലോകത്തെല്ലാടും ആ ദേവിയുടെ അമ്പലത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റ്, ദേവിയുടെ കൃപ കൊണ്ട് അതെ കൂടാണ് ഞാൻ ഈ രോഗികളെ രക്ഷിക്കുന്നത്. ഓരോ വിശ്വാസമാണ്, ഓരോ വിശ്വാസം എല്ലാവരെയും രക്ഷപ്പെടുത്തുമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാവരോടും, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാവരോടും ഞാനൊരു അഭ്യർത്ഥന വെക്കുകയാണ്. നമ്മുടെ യൂട്യൂബിലൂടെ കിട്ടുന്ന വരുമാനം അത് ഇതുപോലുള്ള രോഗികൾക്ക് വേണ്ടി ചികിത്സിക്കാനും മറ്റാവശ്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ആരും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പരസ്യപ്പെടുത്തുന്നതിൻ്റെ കാരണം നിങ്ങൾ ഈ ചാനൽ കൂടുതൽ വരിക്കാരാകുമ്പോൾ, അതായത് സബ്സ്ക്രൈബർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം അത്തരത്തിലൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ പേരിൽ ചാനലുകൾ കാണുമ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഇതുപോലെ മറ്റ് വീഡിയോകളും പരിചയപ്പെടുത്തലൊക്കെ ആയിട്ട് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു, വൈദ്യരടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചെറുതും വലുതുമായ ഏത് രോഗമാകട്ടെ പൂർണ്ണമായും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇത് ഉറപ്പായതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ വെക്കുന്നത് അല്ലേ? എൻ്റെ കൂടെ നിസാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം കൂടാതെ ഉണ്ണികൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അതുകൂടാതെ ലേഡി സ്റ്റാഫിനെ തീരുമാനം പിഴിയാനും അവരെ ഇവിടെ പറയുന്ന എക്സർസൈസുകൾ ചെയ്യിക്കാനും എൻ്റെ സഹധർമ്മിണി തന്നെ ഉണ്ട്. അവരുടെ പേര് രാജി എന്നാണ്. അവരെ വളരെ പെണ്ണുങ്ങളൊക്കെ തന്നെ ഇവിടെ വന്ന് അവർ തന്നെയാണ് എക്സർസൈസ് ചെയ്യേണ്ടത്. അതായത് കറക്റ്റ് ചെയ്ത് കൊടുത്ത് ബാക്കി ലേഡീസിന് ഇവിടേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പേടിക്കണ്ട. ലേഡീസ് തന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നോക്കിക്കോളും അല്ലേ? വൈദ്യരെ പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് വൈദ്യര് പറഞ്ഞ നിസാർ ഡോക്ടറെ നമ്മൾ പരിചയപ്പെടണം അല്ലേ? പേര് നിസാർ എന്നല്ലേ പറഞ്ഞു? ഡോക്ടറെ, എന്തൊക്കെ രീതിയാണ് ഡോക്ടറെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഞാനും അനിമാർ സാറും കൂടെ ചേർന്നാണ് ഈ ചികിത്സ നടത്തുന്നത്. കൂടുതലും ഈ എക്സർസൈസ് മുഖാന്തരമുള്ള ചികിത്സകളാണ് നടത്തുന്നത്. അതിൽ പരിപൂർണമായിട്ടും ചികിത്സ ഫലപ്രദമാകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള പറഞ്ഞു തരുന്ന അതേ എക്സർസൈസ് രീതി വേണം മുന്നോട്ട് പോകാൻ. ദിവസം 2 നേരം ചെയ്യണം. അങ്ങനെയുള്ള ചില പദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് ഉള്ള എല്ലാ ആളുകളും സുഖപ്പെടുന്നുണ്ട്. ഡോക്ടർ സ്വദേശം എവിടെ? എൻ്റെ പേര് കൊല്ലത്താണ്. എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോൾ വന്നിട്ട് 1 കൊല്ലമായി. 1 വർഷമായി. അപ്പം കൂടെ നമുക്ക് വേറെ ആളോടെ നിൽക്കുന്നുണ്ട്, ഇവിടുത്തെ സ്റ്റാഫായിട്ട് ജോലി. എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോൾ ഒരു 8
മാസമേ. 8 മാസമായാണ്. എങ്ങനെയൊക്കെ ഉണ്ട് വന്നത്? ഇതിനു മുമ്പ് ഒരു 10-20 വർഷത്തിന് മുമ്പേ ഉള്ള പരിചയം വൈദ്യുതായിട്ട് എങ്ങനെ വന്നതാ ഇവിടെ? ആ ഒരു പരിചയം ആ പരിചയത്തിന്റെ പുറത്ത് അദ്ദേഹം എന്നെ വിളിച്ചു. അങ്ങനെ വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ആൾക്കാരൊക്കെ വരികയും കാണുകയൊക്കെ ചെയ്യുന്നത് അവരെ ട്രീറ്റ്മെന്റ് ചെയ്ത് വിടുന്നതിലൊക്കെ വലിയ സന്തോഷമാണോ? തീർച്ചയായിട്ടും അവർക്കൊക്കെ അതിൻ്റെതായ ഒരു ഗുണങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അവരിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട്, അല്ലാതെ നമുക്ക് ഇവിടെ നിന്നും അറിയാമല്ലോ. നല്ല നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള ഒരുപാട് രോഗികളുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഉണ്ണി. എവിടെ സ്വദേശം? എവിടെ? കാവനാടാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ പോകുന്നത്. ഒരുപാട് ആളുകൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. കിടത്തി ചികിത്സയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ തിരക്കൊന്നും കാണാത്തത് വലിയ. അപ്പം കിടന്ന് ചികിത്സിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഡിസ്ക് ബഡ്ജ് വന്ന സമയത്ത് നമ്മൾ കിടന്ന് ചികിത്സിക്കേണ്ടതാ കാര്യം. അതിന് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ചെയ്ത് വ്യായാമം ചെയ്തുകൊണ്ടേയിരിക്കുക, എക്സർസൈസ് പറഞ്ഞു തരും, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ, ഇവിടെ ചെയ്യിപ്പിച്ച് വിടുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തുകൊണ്ടിരിക്കുക. പോയി ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല ഫലം ഉണ്ടാവും. അപ്പം ഇവരെല്ലാം ഡോക്ടറും വൈദ്യര സ്റ്റാഫും ഒക്കെ ചേർന്നിട്ട് കുറേ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലേഡി സ്റ്റാഫും കൂടെയുണ്ട്. ഇവരെല്ലാം ചേർന്നിട്ട് ചെയ്യുന്ന ഈ പ്രസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, നേരെ ഇങ്ങോട്ട് വരിക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഒരുപാട് പൈസകളൊന്നും ചിലവാകുന്നില്ല. വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് ഭേദമാക്കി എടുക്കാൻ സാധിക്കും. ആ ഒരു ഉറപ്പിന്മേലാണ് വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയുർവേദം എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇണങ്ങുന്ന ചികിത്സയായിരിക്കും ഇവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ വ്യായാമത്തിലൂടെ ആയിരിക്കും, ആയുർവേദ മരുന്നുകളിലൂടെ ആവാം. ഇത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചികിത്സ വേണോ നിങ്ങളുടെ രോഗം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നിർണ്ണയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വരിക, നിങ്ങളുടെ രോഗങ്ങൾ പറയുക. ഡോക്ടറുണ്ട്, വൈദ്യരുണ്ട്. അപ്പം നിങ്ങൾ ധൈര്യപൂർവ്വം വരാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരുടെയും. ഇനി കുറേ ആളുകളുടെ കാണാനുണ്ട്, നമുക്ക് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയാം. എന്താണ് പേര്? ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? ചാത്തന്നൂരിൽ. ഇപ്പോൾ ഞാൻ ഒരുപാട് ചാത്തന്നൂരുകളെയും ഒയൂരുകാരെയൊക്കെ കണ്ട്, അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് പോയതാണ്. അപ്പം എന്താണ് നമ്മുടെ അസുഖം? എനിക്ക് കാൽമുട്ട് വേദനയായിട്ടാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ എനിക്കത് ഒരുപാട് വ്യത്യാസമുണ്ട്. എത്ര മാസമായി? ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞ് ട്രീറ്റ്മെന്റിൽ നല്ല സംതൃപ്തനാണ്. അപ്പം നമ്മുടെ പ്രേക്ഷകരോട്, നമ്മുടെ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് വിശ്വാസമായിട്ട് ഇവിടെ വരാൻ പറ്റും. മരുന്ന് കഴിക്കണ്ട, എല്ലാ എക്സസൈസിലൂടെ മാറ്റിത്തരും. അപ്പം അടുത്ത് നിൽക്കുന്ന ആളിനെ ഇവിടെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് ബെൻ എന്നാണ്. എൻ്റെ സ്ഥലം കടവൂരാണ്. ഞാനിവിടെ പെയിന്റിംഗ് തൊഴിലാളിയാണ്. എൻ്റെ 1 മാസം മുമ്പ് നമ്മളിങ്ങനെ പൊട്ടിയിട്ട് 1 മാസത്തോളം പൊട്ടിയിട്ടതാണ് കൈ. അതിന് കൈക്ക് എന്തോ പ്രോബ്ലം വന്നു. എന്നിട്ട് കൈ മടങ്ങി അങ്ങനെ തിരികെയും ചെയ്തപ്പോൾ എടുക്കാനും പറ്റാത്തൊരു കണ്ടീഷനായി. അപ്പോൾ അവിടെ നമ്മൾ ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചു. പുള്ളി പറഞ്ഞു സർജറി ചെയ്തെങ്കിലേ മാറത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ഇവിടുത്തെ ഒരു ഇത് കിട്ടിയത്. അത് കിട്ടി ഇവിടെ വന്ന് വൈദ്യരെ കാണിച്ചതിന് ശേഷം വൈദ്യർ കുറെ എക്സസൈസ് ചെയ്ത് അതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ ജോലിക്കും പോകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒരു കുഴപ്പമില്ല, വന്നോളെ. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് പേരും കൂടെ പറഞ്ഞു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. എനിക്ക് മരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട, ഇത് വ്യായാമത്തിലൂടെ മാറ്റിയെടുക്കും. 100% ഉറപ്പാണ്. അപ്പോൾ നാട്ടെ ഇതൊരു സാധാരണ തൊഴിലാളി, അതായത് പെയിന്റിംഗ് തൊഴിലാളിയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതുപോലെ അനുഭവിക്കുന്ന ഒരു സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള ഇതും നമ്മൾ തെറ്റായ ഒരു നിർദ്ദേശവും പറയത്തില്ല. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഡോക്ടറെ നേരിട്ട് കണ്ട് നിങ്ങളുടെ അസുഖം ബോധ്യപ്പെടുത്തി അതിന് ശേഷം മാത്രം നിങ്ങൾ ചികിത്സിച്ചാൽ മതി.